അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചായി വീഡിയോ ചെയ്തിട്ട് ഇനിയിപ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോ ഈ ചാനലിൽ ഇടാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ തുടക്കമായിട്ട് നമ്മൾ നല്ലൊരു വീഡിയോ തന്നെ, അതായത് നമ്മളെ സ്വിങ്ങും അതുപോലെ തന്നെ സ്വിങ് ട്രേഡിങ്ങും അതുപോലെ ഷോർട്ട് ടൈം ട്രേഡിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ഇടാൻ പോകുന്നത് കേട്ടോ. ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് നമ്മുടെ കോർ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ വോളിയം ബേസ് ചെയ്തിട്ടുള്ളത്, അതായത് ഒരു സ്റ്റോക്കിലേക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് അല്ലെങ്കിൽ ഒരു FISO DISO ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു സ്റ്റോക്കിലേക്ക് എൻ്റർ ആയി എന്ന് നമ്മൾ ഉറപ്പിച്ച് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു ഘടകമാണ് നമ്മുടെ വോളിയം എന്ന് പറയുന്നത്. ഈ വോളിയം ബേസ് ചെയ്തിട്ടുള്ള ഒരു ഒരു സ്വിംഗ് സെറ്റപ്പാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. വീഡിയോ മുഴുവനായിട്ടും കാണുക. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റ്, ഇത് എവിടെയാണ് ഇതിന് എൻട്രി എടുക്കുന്നത്, ഇതിനെ എക്സിറ്റ് ചെയ്യേണ്ടത് എവിടെയാണ് എന്നൊക്കെയുള്ള കോർ സബ്ജക്റ്റുകൾ ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ ഇച്ചിരി കണ്ടിട്ട് നിങ്ങൾ നേരെ പോയി ചാർട്ടിൽ പോയി ട്രേഡ് ചെയ്യാൻ ശ്രമിക്കരുത്. വീഡിയോ മുഴുവനായിട്ട് കണ്ടത് മനസ്സിലാക്കി ഈ സബ്ജക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ട്രേഡിങ്ങിലേക്ക് കടക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ട്രേഡിങ്ങിൽ ഉൾപ്പെടുത്തുക, ഷോർട്ട് ടൈം ട്രേഡിങ്ങിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ ചില സ്റ്റോക്കുകളൊക്കെ മൾട്ടി ബാഗ് റിട്ടേൺ എന്ന് കയറി പോകും കേട്ടോ ഈ ഒരു സെറ്റപ്പിൽ. കാരണം വെച്ചാൽ ഒരു സ്റ്റോക്കിലേക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എൻ്റർ ചെയ്യുമ്പോഴാണ് എന്ത് പറ്റുന്നത്, ആ സ്റ്റോക്കിൽ മാസീവായിട്ടുള്ള മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. അല്ലാണ്ട് ഈ സ്റ്റോക്കിൽ എപ്പോഴും നമ്മുടെ പബ്ലിക്, അതായത് നമ്മളെ പോലെയുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ സ്റ്റോക്ക് എന്താ സംഭവിക്കുക, ചെറിയ ചെറിയ മൂവ്മെൻറ്റുകൾ, ചെറിയ ചെറിയ ബ്രേക്കൗട്ടുകൾ ഈ സ്റ്റോക്കിൽ കിട്ടുള്ളൂ. പക്ഷേ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അവർ കോടികളാണ് ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. 2, 3, 4, 10, 20 കോടി രൂപ അറ്റ് എ ടൈം അവർ ഒരു സ്റ്റോക്കിൽ ഡിപ്ലോയ് ചെയ്യാണ്. അത് ഘട്ടം ഘട്ടമായിട്ടാണ് ഇൻവെസ്റ്റ്, ഒറ്റ ഇൻവെസ്റ്റ്മെന്റ് അല്ല, ഘട്ടം ഘട്ടമായിട്ടാണ് അവർ സ്റ്റോക്കിലേക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു എമൗണ്ട് ഡിപ്ലോയ് ചെയ്യുന്നത്. ആ ഒരു ഘട്ടം ഘട്ടമായി അവരുടെ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്ത് അതിൽ ആ സ്റ്റോക്കിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്ന ഒരു മെത്തഡാണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിൽ എത്തിക്കുക. സ്വിംഗ് ട്രേഡിംഗ് ഒക്കെ ചെയ്ത് ലോസ് ആയിരിക്കുന്ന കൂട്ടുകാർക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് കണ്ടന്റാണ് നമ്മുടെ ചാനലിൽ ഇടുന്നത്. അതുകൊണ്ട് വീഡിയോ ആദ്യം തന്നെ ഒരു ലൈക്ക് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് തുറന്നു പോകാം. അപ്പോൾ ഈ വീഡിയോ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ വീഡിയോനെ നിങ്ങൾ തമ്പനയിലൊക്കെ കണ്ട പോലെ ഈ വീഡിയോയിലെ മെയിനായിട്ടുള്ള സബ്ജക്റ്റ് എന്താണ്, വോളിയമാണ്. വോളിയമാണ് നമ്മുടെ താരം. കാരണം വോളിയം ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഈ വോളിയമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ വോളിയം എന്ന് പറയുന്നത് എന്താണ്, ആക്ച്വലി ഒരു സ്റ്റോക്കിലേക്ക് നമ്മൾ ഇപ്പോൾ ഡേ ടൈം ഫ്രെയിമിൽ ഇതിപ്പോൾ ഒരു ഡേ ടൈം ഫ്രെയിമിലാണ് നടക്കുന്നത്. ഒരു ഡേ ടൈം ഫ്രെയിമിൽ നമ്മളിപ്പോൾ ഒരു വോളിയം അനലൈസ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ കാണാം. വോളിയം നമ്മൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വോളിയം ബാറുകൾ ഇവിടെ തന്നെ കാണാം. കണ്ടോ, വോളിയം ബാറുകൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഈസി ആയിട്ട് കാണാൻ പറ്റും. ഞാൻ എൻ്റെ ഇതൊന്ന് മുകളിലേക്ക് വരട്ടെ. ഈസി ആയിട്ട് കാണാൻ പറ്റില്ല. ഇവിടെ നിങ്ങൾക്ക് ഒരു വോളിയം ബാർ കാണാം. കണ്ടോ, ഇവിടെ ഒരു സെല്ലിംഗ് വോളിയം കാണാം, അത് ഇവിടെ ഒരു സെല്ലിംഗ് വോളിയം കാണാം. ഇപ്പോൾ നമ്മൾ വേറെ ഒരു ചാർട്ട്, വേറെ ഇപ്പോൾ നിഫ്റ്റിയുടെയൊക്കെ ചാർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഞാൻ ക്ലിക്ക് ചെയ്ത് തുടങ്ങി കാണിച്ചു തരാം നിങ്ങൾക്ക്. നിഫ്റ്റി സ്മോൾ ക്യാപ്, നിഫ്റ്റി 50, ഓക്കെ ഫൈൻ. നിഫ്റ്റി 50 എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കണ്ടോ വോളിയം ഇഷ്ടംപോലെ ഇങ്ങനെ വന്നായിട്ട്, അതായത് പെർ ട്രേഡിൽ ഇങ്ങനെ വോളിയം ഡേ ടൈം ഫ്രെയിം ആയാലും ഒരു 1 മണിക്കൂർ, ഒരു 1 അവറൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വോളിയം ഇവിടെ കാണാം. ആ ഒരു പർട്ടിക്കുലർ 5 മിനിറ്റ്സിൽ അല്ലെങ്കിൽ 10 മിനിറ്റ്സിൽ 1 അവറിൽ 4 അവറിൽ ഡേ ടൈം ഫ്രെയിമിലൊക്കെ വോളിയം വന്നിരിക്കുന്നത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. മനസ്സിലായോ, വോളിയം വന്നിരിക്കുന്നത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ വോളിയം എങ്ങനെ നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിന് ഉപയോഗിക്കാം. ഇപ്പം വോളിയത്തിൽ ഇപ്പം നമുക്കിവിടെ കാണാം. ഇപ്പം ഞാനൊരു ഡേ ടൈം ഫ്രെയിമിലേക്ക് ഇത് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ചില ദിവസം ബിഗ് ആയിട്ടുള്ള വോളിയം തന്നെയാണ്. മനസ്സിലായോ, അത് വല്ലപ്പോഴേ സംഭവിക്കുള്ളൂ. അത് ബൈയിങ് വോളിയം ആവാം, സെല്ലിംഗ് വോളിയം ആവാം, രണ്ടും ആവാം. നമുക്കിതിൽ പഠന വിധേയമാക്കേണ്ടതുണ്ട് കേട്ടോ ഇതിൻ്റെ അത്. കണ്ടോ, ഇതിപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ ബൈയിങ് വോളിയം വന്നിരിക്കുന്നു. കണ്ടോ, നല്ല രീതിയിൽ ബൈയിങ് വോളിയം വന്നിരിക്കുന്നു. ഇവിടെ ഏരിയ കണ്ടോ, അതുപോലെ തന്നെ നല്ല രീതിയിൽ ബൈയിങ് വന്നിരിക്കും. അപ്പം നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത് ആക്ച്വലി ഒരു ദിവസത്തെ അല്ലെങ്കിൽ 2 ദിവസത്തെ വോളിയം അല്ല കേട്ടോ. ആക്ച്വലി അനലൈസ് ചെയ്യുന്നത് വോളിയത്തിലെ ആവറേജ് വോളിയമാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത് കേട്ടോ. ആവറേജ് വോളിയം എന്ന് പറഞ്ഞാൽ ഒരു 20 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 2 വീക്കിലെ ആവറേജ് വോളിയമാണ് നമ്മളൊരു സ്റ്റോക്കിൽ, അതായത് സ്റ്റോക്കിൽ മാക്സിമം ഒരു ദിവസം ഒരു സ്റ്റോക്കിൽ വലിയൊരു ക്യാൻഡിൽ കണ്ട് അതിലേക്ക് എൻ്റർ ചെയ്യുന്ന ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റർ ചിലപ്പോൾ എന്ത് പറ്റും, വലിയൊരു ക്യാൻഡിൽ വോളിയം വന്നു, സ്റ്റോക്ക് ജസ്റ്റ് ബ്രേക്കൗട്ടായി മോളിൽ പോയി, ഇവിടെ നിന്ന് ബ്രേക്കൗട്ട് കഴിഞ്ഞു. അതിനുശേഷം പിന്നെ എന്ത് ചെയ്തു, ഇവിടെ നിന്ന് എൻ്റർ ചെയ്ത ചിലപ്പോൾ ഒരു എന്താ പറയുക, ഒരു ബ്ലോക്ക് ഡീലോ ബൾക്ക് ഡീലോ നടത്തിയിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം അവരെന്ത് ചെയ്യും, നമ്മുടെ ലിക്വിഡിറ്റി മൊത്തം ഇവിടെ നിന്ന് എടുത്തിട്ട് അവരെന്ത് ചെയ്യും, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്ത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കും. മനസ്സിലായോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതിൻ്റെ അകത്ത്, നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമ്പർ ഓഫ് ഡേയ്സിൽ തുടർച്ചയായി വോളിയത്തിൽ ഇൻക്രീസ് വരുന്ന സ്റ്റോക്കുകൾ നമ്മളിങ്ങനെ കണ്ടുപിടിക്കുകയാണ്. മനസ്സിലായോ, ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന സ്റ്റോക്കുകൾ നമ്മൾ ഇതിൽ എന്ത് ചെയ്യണം, ഫൈൻഡ് ഔട്ട് ചെയ്ത് കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ജസ്റ്റ് ഞാനൊന്ന് ജനറലൈസ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഡാറ്റ നമ്മൾ എന്ത് ചെയ്യാണ്, NSEയുടെ വെബ്സൈറ്റിൽ നിന്നാണ് എടുക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ എന്ത് ചെയ്യുക, NSEindia.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ വരിക. നിങ്ങൾ എന്ത് ചെയ്യുക, NSE India വെബ്സൈറ്റിൽ വന്നു കഴിയുമ്പോൾ അതിലെന്ത് ചെയ്യുക,
മാർക്കറ്റ് ഡാറ്റ എന്ന് പറഞ്ഞ ഇവിടെ ഒരു കോളം കാണാം. മാർക്കറ്റ് ഡാറ്റ കണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. മാർക്കറ്റ് ഡാറ്റ എന്നൊരു കോളം ഇവിടെ മൂന്നാമത്തെ, അതായത് ഹോം, എബൌട്ട്, മാർക്കറ്റ് ഡാറ്റ, മൂന്നാമത്തെ കോളം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാം മോസ്റ്റ് ആക്റ്റീവ് ഇക്വിറ്റീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. മോസ്റ്റ് ആക്റ്റീവ് ഇക്വിറ്റീസ് എന്തിനാ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം, മനസ്സിലായോ? അത് ക്ലിക്ക് ചെയ്ത് ഇങ്ങനൊരു ഓപ്ഷനൊക്കെ വരും. കണ്ടോ, വോളിയം സ്പേർട്സ്, കണ്ടോ വോളിയം സ്പേർട്സ്. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് കാണാം സൈഡിൽ കുറേ ഓപ്ഷൻ, ഇൻഡെക്സ് പെർഫോമൻസ്, പ്രൈസ് ബാൻഡ് ഡീറ്റെയിൽസ്. അവിടെ ഒരു വോളിയം ഗെയിനേഴ്സ് ഉണ്ട്. കണ്ടോ, ഇവിടെ ഒരു വോളിയം ഗെയിനേഴ്സ് ഉണ്ട്. അതിലെന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചേ, ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം, കൃത്യമായിട്ട് കാണാം വോളിയം. കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് കാണാം ആവറേജ് വോളിയം, അതുപോലെ തന്നെ ചേഞ്ച്, എത്ര ടൈംസാണ് ഇത് ചേഞ്ച് ആയിരിക്കുന്നത്, ഒരു 1 വീക്കിൽ എത്ര ശതമാനം ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്, 1 വീക്കിൽ ആവറേജ് വോളിയം, അതിൽ സംഭവിച്ചിരിക്കുന്ന ചേഞ്ച് എത്ര %, അതായത് 5 മടങ്ങാണ് ഇവിടെ വോളിയത്തിൽ. ഈ CL SCL എന്ന് പറഞ്ഞ സ്റ്റോക്കിൽ ഇന്ന് നടന്ന വോളിയം, അതായത് ഇന്ന് നടന്ന വോളിയത്തിന് 5 മടങ്ങ് വോളിയം ആണ് ട്രേഡ് നടന്നിരിക്കുന്നത്, മനസ്സിലായോ? നമ്പർ ഓഫ് ടൈംസ് 5 മടങ്ങാണ് ഇതിൽ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ 5 മടങ്ങ്, ഇവിടെ 5.3 മടങ്ങ്, അങ്ങനെയാണ് നടന്നിരിക്കുന്നത്. അത് 2 വീക്സ് ആവറേജ് വോളിയം, കണ്ടോ 2 വീക്സ് ആവറേജ് വോളിയം ഇവിടെ കാണാം നമുക്ക്. അതിൽ ചേഞ്ച് എത്ര ടൈംസാണ് ചേഞ്ച് വന്നിരിക്കുന്നത്, 10 മടങ്ങാണ് ഈ പറഞ്ഞ സ്റ്റോക്കിൽ വന്നിരിക്കുന്നത്. കണ്ടോ, ഇവിടെ 9.36, AIIL എന്ന് പറഞ്ഞ സ്റ്റോക്കിൽ 9.36. അപ്പോൾ ഈ ഒരു ഡാറ്റയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൽ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഡാറ്റ വെച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ വോളിയത്തിൻ്റെ ഈ ഒരു ഡാറ്റ വെച്ച് നമ്മൾ ഇതിന് സ്റ്റോക്കുകൾ സോർട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്, മനസ്സിലായില്ലേ? സ്റ്റോക്കുകൾ എങ്ങനെയാണ്, നല്ല ഫണ്ടമെൻ്റലി ഗുഡായ സ്റ്റോക്കുകൾ മാത്രമേ ഇതിൽ എടുക്കാവുള്ളൂ. അതും കൂടി നമ്മളെങ്ങനെ ചെക്ക് ചെയ്യണം എന്നും കൂടി നമുക്ക് പറഞ്ഞു തരും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, അതിൽ ബ്രേക്ക് ഔട്ട് വരുമ്പോൾ എങ്ങനെ എൻ്റർ ചെയ്യണം, എവിടെയാണ് എൻ്റർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ വീഡിയോ ലാസ്റ്റ് നിങ്ങൾക്ക് എവിടെയാണ് എൻ്റർ ചെയ്യേണ്ടത്, എവിടെയാണ് ഈ സ്റ്റോക്കിൽ നമ്മൾ കറക്റ്റായിട്ട് എൻട്രി പ്ലേസ് ചെയ്ത് ബൈ ചെയ്യേണ്ടതെന്നുകൂടി കറക്റ്റ് ഞാനിത് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം, ഞാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡായിട്ട് ഇത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇവിടെ ഒരു ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഡൗൺലോഡ്. അത് എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യാം, ഓട്ടോമാറ്റിക്കായിട്ട് ഡാറ്റ ഡൗൺലോഡ് ആവും. നിങ്ങളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു എക്സൽ ഷീറ്റ് ഓപ്പൺ ആവും കേട്ടോ. കാണാം, എക്സൽ ഇവിടെ ഓപ്പൺ ആവും. ഇനി നമ്മൾ ഇതിൻ്റെ അകത്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇതിൻ്റെ അകത്താണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ എക്സൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഇങ്ങനെ ഈ ഒരു ഡാറ്റ ആയിരുന്നു നിങ്ങൾക്ക് എടുത്തത്. ജസ്റ്റ് നിങ്ങൾ ഇതൊക്കെ എന്ത് ചെയ്യുക, സ്ക്രോൾ ചെയ്തൊന്ന് നല്ല ഭംഗിയാക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നോക്കുക. കാണാം, ഇപ്പോൾ എല്ലാ സ്റ്റോക്കുകളും ഇവിടെ കാണാം, സ്റ്റോക്കിൻ്റെ ലിസ്റ്റ് ഇവിടെ കാണാം, അതിൻ്റെ സിമ്പൽ, സ്റ്റോക്കിൻ്റെ ലിസ്റ്റ്, അതുപോലെ തന്നെ ടുഡേ വോളിയം, ഇന്നത്തെ വോളിയം, 1 വീക്ക് ആവറേജ് വോളിയം, 1 വീക്ക് ചേഞ്ച്, 2 വീക്ക് ആവറേജ് വോളിയം, ഇതൊക്കെ നമുക്ക് ഇവിടെ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇവിടെ ഈ 2 വീക്ക് ആവറേജ് വോളിയത്തിന് അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഒരു ഫിൽറ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. കൊടുക്കുക, ഫിൽറ്റർ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫിൽറ്റർ വരും. ഇവിടെ കണ്ടോ, ഫിൽറ്ററിൻ്റെ ഓപ്ഷൻ വരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഫിൽറ്ററിൻ്റെ ഓപ്ഷനിൽ നമ്മൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നമ്പർ ഓഫ് ടൈംസ് എന്നുള്ള രീതിയിൽ കണ്ടോ, ഇവിടെ ലാർജസ്റ്റ് നിന്ന് സ്മോളസ്റ്റിലേക്ക് മാറ്റുക. കണ്ടോ, ലാർജസ്റ്റ് നിന്നും സ്മോളസ്റ്റ്. കണ്ടോ, 2 വീക്ക് ആവറേജ് വോളിയം, നമ്മൾ 1 ഡേ വോളിയം അല്ല, ഇതാണ് ഇന്ന് നടന്ന വോളിയം, മനസ്സിലായില്ലേ? ഇത് ഇവിടെ നടക്കുന്ന ഈ ഒരു ഇതാണ് ഇന്ന് നടന്ന വോളിയം എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് നടന്ന വോളിയത്തിലേക്ക് നമ്മളൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിത് കൺട്രോൾ സെറ്റ് ഒന്നുകൂടി കൊടുക്കണം, ഒന്നുകൂടി കാണിച്ചു തരാം. കൺട്രോൾ സെറ്റ് കൊടുത്ത് നമ്മൾ പഴയതിലേക്ക് തന്നെ വരുവാണ്, മനസ്സിലായോ? അപ്പോൾ പഴയത് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പഴയ പല സ്റ്റോക്കുകൾ ഇങ്ങനെ വളരെ ഇതായിട്ട് കിടക്കുന്നത്, പല സ്റ്റോക്കുകൾ ഇന്ന് കൂടുതൽ വോളിയം നടന്നിട്ടുണ്ട്, പക്ഷേ ആവറേജ് വോളിയം കുറവാണ്. ചില സ്റ്റോക്കുകൾ AIL എന്ന് പറഞ്ഞ സ്റ്റോക്കിൽ ഇന്ന് നല്ല വോളിയം നടന്നിട്ടുണ്ട്, പക്ഷേ ആവറേജ് വോളിയം കുറവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ആവറേജ് വോളിയത്തിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇന്നത്തെ വോളിയത്തിൽ നമ്മൾ മൈൻഡേ ചെയ്യുന്നില്ല, നമ്മൾ കംപ്ലീറ്റ്ലി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്, ആവറേജ് വോളിയം. നമ്മൾ പറഞ്ഞല്ലോ, ഒരു ദിവസം ഒരു സ്റ്റോക്കിൽ ഒരു ഹൈപ്പ് നടന്നെന്ന് കരുതി നാളെ ഹൈപ്പ് കണ്ടിന്യൂ ആണെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷേ ഒരു സ്റ്റോക്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബിഗ് ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഒരു FIS DIS ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് എന്ത് ചെയ്യും, പുഷ് ചെയ്ത് മുകളിലേക്കുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം അവരുടെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അവരെന്താ ചെയ്യുന്നത്, അവർ വളരെ പതുക്കെയാണ് അത് പല ഘട്ടങ്ങളായിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഒറ്റയടിക്ക് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ എന്ത് പറ്റും, ലിക്വിഡിറ്റി അവർക്ക് കിട്ടത്തില്ല, അല്ലെങ്കിൽ അവർക്ക് അത്ര സെല്ലേഴ്സിനെ കിട്ടത്തില്ല, നല്ല ബൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവരെന്ത് ചെയ്യും, ഘട്ടമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു സ്റ്റോക്കിലേക്ക് അവരെന്ത് ചെയ്യുന്നത്, അവരെ ഓർഡർ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ പല ആവറേജ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക, പ്രൈസ് അവർക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ആവറേജ് വോളിയം കൂടുതൽ വരുന്ന സ്റ്റോക്കുകളിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ആവറേജ് വോളിയം കൂടുതൽ വരുന്ന സ്റ്റോക്കുകൾ നമ്മൾ തരംതിരിച്ചെടുക്കാൻ പോകുന്ന മെത്തേഡാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ എക്സൽ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്താണ്, 2 വീക്ക് ആവറേജ് വോളിയമാണ് ഞാൻ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാറ്. അപ്പോൾ 2 വീക്ക് ആവറേജ് വോളിയത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ വരിക, നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇവിടെ ഫിൽറ്ററിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫിൽറ്റർ എന്നൊരു ഓപ്ഷൻ കണ്ടോ, ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഫിൽറ്റർ വരും. ഈ ഫിൽറ്ററിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ലാർജസ്റ്റിൽ നിന്ന് സ്മോളസ്റ്റിലേക്ക് സോർട്ട് ചെയ്യുക. കണ്ടോ, ഇപ്പോൾ ലാർജസ്റ്റിൽ നിന്ന് സ്മോളസ്റ്റ് വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊരു കാര്യം ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ ടോപ്പ് 10 ആയിട്ടുള്ള സ്റ്റോക്കുകൾ മാത്രം എടുക്കുകയാണ്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ടോപ്പ് 10 ആയിട്ടുള്ള സ്റ്റോക്കുകൾ മാത്രം, ഇത് മാത്രം നിങ്ങൾ എടുക്കാവുള്ളൂ, ഇതിൽ മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുള്ളൂ കേട്ടോ.
ഇതിൽ നമ്മൾ ഡയറക്റ്റ് പോയി ബൈ ചെയ്യണോ ചെയ്യണേ? അല്ല, നമ്മളിതിൽ ചെയ്യുന്നത് ഇതിൻ്റെ ഫണ്ടമെൻറ്റലിനോട് നോക്കിയിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഈ സ്റ്റോക്ക് ബൈ ചെയ്യുള്ളൂ. അപ്പോൾ ആദ്യത്തെ സ്റ്റോക്ക് നമുക്ക് നോക്കാം. MMTC എന്ന് പറഞ്ഞ സ്റ്റോക്കാണ് ആദ്യം വന്നിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, ചാർട്ട് ഓപ്പൺ ആക്കുക, MMTC ഇതിലേക്ക് എൻ്റർ ചെയ്യുക. ഓക്കെ, MMTC ലിമിറ്റഡ്. ഓക്കെ ഫൈൻ, കണ്ടോ MMTC നമ്മളിവിടെ എൻ്റർ ചെയ്തു. MMTCയിൽ ഇതിപ്പോൾ ഡേ ടൈം ഫ്രെയിമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. ഡേ ടൈം ഫ്രെയിം നമുക്കിവിടെ കാണാം പല പല ഘട്ടങ്ങളിലായിട്ട്, കണ്ടോ പല പല ഘട്ടങ്ങളിലായിട്ട് ഈ സ്റ്റോക്കിൽ വോളിയം കയറി വരുന്നത് കാണാം. കണ്ടോ ഇവിടെ കണ്ടോ നിങ്ങൾക്കിവിടെ നോക്കുമ്പോൾ കാണാം വോളിയം. അതുകൂടാതെ നമുക്ക് ഒരു കാര്യം കൂടി എൻ്റർ ചെയ്യണം. വോളിയത്തിൻ്റെ ഈ വോളിയം MA, അതായത് വോളിയത്തിൽ ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള വോളിയം വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് അതും കൂടി ഒന്ന് ആക്ട് ചെയ്ത് ഇവിടെ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു മൂവിങ് ആവറേജ് അടിയിൽ വരും. ആ മൂവിങ് ആവറേജ് കൂടി ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കാം കേട്ടോ ഇതിൻ്റെ അകത്ത്. കണ്ടോ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാം MMTCയിൽ നല്ല രീതിയിൽ കണ്ടോ MMTCയിൽ ഇവിടെ നിന്നാണ് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത്. അതിനുശേഷം അവർ വീണ്ടും ഈ സ്റ്റോക്കിനെ താഴെ കൊണ്ടുവന്നു, വീണ്ടും ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതേ ഏരിയയിൽ കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് പുഷ് ചെയ്ത് മുകളിൽ കൊണ്ടുപോയി. പിന്നെ ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കിടന്നു അല്ല, മുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കിടന്നു. അതിനുശേഷം വീണ്ടും ആ ലിക്വിഡിറ്റി ഇവിടെ സൈഡ് വേസ് പോയി, വീണ്ടും അവരെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ നടത്തി, വീണ്ടും സ്റ്റോക്ക് മുകളിലേക്ക് പോകാനായിട്ട് ശ്രമം നടത്തുകയാണ്. മനസ്സിലായോ? അപ്പോൾ നോക്കുമ്പോൾ നമുക്കിവിടെ ക്ലിയർ ആയിട്ട് കാണാം. ഈ MMTCയുടെ ചാർട്ട് എടുക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ടൊരു കാര്യം കാണാം. MMTC കണ്ടോ ഇവിടെ നിന്നൊരു സൈഡ് ഡേ ടൈം ഫ്രെയിമിൽ ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റിലാണ്. കാരണം വെച്ചാൽ ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ ചെയ്ത് കഴിഞ്ഞാൽ അവരിൽ ഒരു വലിയൊരു ക്വാണ്ടിറ്റി വലിയൊരു എമൗണ്ട് അവർ ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒറ്റ പ്രൈസിങ്ങിൽ അത് ഡിപ്ലോയ് ചെയ്യാൻ പറ്റില്ല. അവർ പല പല പ്രൈസിങ്ങിലായിരിക്കും അത് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് ഇങ്ങനെ സൈഡ് വേസ് ഒരു എന്താ പറയുക ഒരു റേഞ്ചിനകത്തായിരിക്കും കിടന്ന് കളിക്കുക. കണ്ടോ സ്റ്റോക്ക് ഇങ്ങനെ ഒരു റേഞ്ചിനകത്ത് കളിക്കുക. ഇനിയിപ്പോൾ ഈ റേഞ്ച് പൊട്ടിക്ക് കണ്ടോ ഇപ്പോൾ ഒരു വോളിയം ഈ ഒരു റേഞ്ച് പൊട്ടിച്ച് ഈ സ്റ്റോക്ക് ഇവിടെ നിന്ന് ക്ലോസ് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ നമുക്ക് ബൈ ചെയ്യാം. അതിൻ്റെ ബൈ ചെയ്യാനുള്ള ക്രൈറ്റീരിയ എന്താണെന്നുള്ളത് ഞാൻ പിന്നീടേ പറയുന്നുള്ളൂ. ഇപ്പം നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കിയിരിക്കുക. ഇനി അടുത്ത സ്റ്റോക്ക് നമുക്ക് നോക്കാം കേട്ടോ. അടുത്ത സ്റ്റോക്ക് കൂടുതൽ വന്നിരിക്കുന്ന സ്റ്റോക്ക് നമുക്ക് നോക്കാം. അടുത്ത സ്റ്റോക്ക് ജിൻഡാൽ വേൾഡ് വൈഡ് എന്ന് പറഞ്ഞ സ്റ്റോക്കാണ്. അത് കോപ്പി ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഇതുപോലെ തന്നെ പേസ്റ്റ് ചെയ്യുക. വേൾഡ് വൈഡ് ഓക്കെ കണ്ടോ ജിൻഡാൽ വേൾഡ് വൈഡ് നമുക്ക് നോക്കുമ്പോൾ കാണാം ഇവിടെ നല്ലൊരു വോളിയം കണ്ടോ പല ഭാഗത്തായിട്ടൊരു ബയേഴ്സിൻ്റെ പ്രസൻസ് കാണാം. ഇവിടെ നിന്നൊരു ബൈ തുടങ്ങി ഈ സ്റ്റോക്കിൽ കണ്ടോ. ഇവിടെ നിന്ന് ഒരു ഗ്യാപ്പായിട്ട് കാണാം. ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് കാണാം. നിങ്ങളുടെ ഇവിടെ ഒരു ഗ്യാപ്പ് കാണാം. ഇവിടെ നിന്നൊരു ബൈ തുടങ്ങി സ്റ്റോക്ക് മുകളിലേക്ക് പോയി കാരണം വീണ്ടും ഇവിടെ വന്നു, വീണ്ടും ആ ഏരിയ വീണ്ടും ഒരു ബൈ ചെയ്യണം കേട്ടോ. പല ഏരിയയിലായിട്ട് നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രസൻസ് ഈ സ്റ്റോക്കിൽ കാണാനായിട്ട് സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ നല്ല രീതിയിൽ ബൈയേഴ്സിൽ വന്നതായിട്ട് നമുക്കിവിടെ കാണാം കണ്ടോ. പല ഡയറക്ഷനിൽ ഈ സ്റ്റോക്ക് ബൈ ചെയ്ത് വന്നതായിട്ട് കാണാം. ഇനി നമുക്ക് ഇതുപോലെ സ്റ്റോക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, സോർട്ട് ചെയ്യുക കണ്ടോ. ഇത്ര സ്റ്റോക്കുകൾ റോട്ടോ പമ്പ്സ് ലിമിറ്റഡ് ഇങ്ങനെ ഓരോ സ്റ്റോക്കുകൾ നിങ്ങൾ നോക്കുക കേട്ടോ, എടുത്ത് നോക്കുക. ഇതൊക്കെ റേഞ്ചിൽ ഇങ്ങനെ ഒരു റേഞ്ച് മൂവ്മെൻറ്റിൽ നടക്കുന്ന സ്റ്റോക്കുകളായിരിക്കും റോട്ടോ പമ്പ്സ് കണ്ടോ. ഇതിൽ കണ്ടോ ഈ സ്റ്റോക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ, ഇതിലും കണ്ടോ ഈ സ്റ്റോക്കിലും ഇതുപോലെ നമുക്കിവിടെ കാണാം പല ഡയറക്ഷനിൽ കണ്ടോ. ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രസൻസ് കൃത്യമായിട്ടുള്ള സ്റ്റോക്കുകളാണ്. ഇതിൽ ഇവിടെ നിന്ന് തുടങ്ങി അതിനുശേഷം ഈ സ്റ്റോക്ക് ഇവിടെ നിന്ന് പോയി, ഇവിടെ നിന്ന് വന്ന് വീണ്ടും ലിക്വിഡിറ്റി എടുത്ത് ഒരു സൈഡ് വേസ് പോയി, വീണ്ടും ഈ ഏരിയയിൽ നിന്ന് വീണ്ടും അവർ ഈ സ്റ്റോക്കിന് ബൈ ചെയ്താണ്. നല്ല രീതിയിൽ ലാസ്റ്റ് വീക്കിൽ നല്ല രീതിയിൽ വോളിയം വന്നേ കാണാം. ഇനി ഇത് എവിടെ ബൈ ചെയ്യണം, എങ്ങനെ ബൈ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. അതിനുള്ള വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ്. നിങ്ങൾ ആ ഏരിയ കവർ ചെയ്യാതെ ഒരിക്കലും സ്റ്റോക്ക് ബൈ ചെയ്യരുത്, മനസ്സിലായി? ഒരു സ്റ്റോക്കും. അതിനു മുമ്പ് നമ്മൾ ഈ എടുക്കുന്ന സ്റ്റോക്കുകളുടെ ഫണ്ടമെൻ്റൽ നമ്മൾ തീർച്ചയായും ചെക്ക് ചെയ്യണം. ഇപ്പോൾ MMTC എന്ന് പറഞ്ഞ സ്റ്റോക്ക് നമ്മൾ എടുക്കുക, ജസ്റ്റ് നമ്മൾ അതിൻ്റെ ഫണ്ടമെൻ്റൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ആദ്യമേ നമ്മൾ screener.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ ഒന്ന് ജസ്റ്റ് വരിക. എല്ലാവർക്കും അറിയാവുന്ന വെബ്സൈറ്റാണ് screener.in. ജസ്റ്റ് നമ്മളതിൽ ക്വാർട്ടർലി റിസൾട്ടിലും നോക്കുക. റിസൾട്ടൊക്കെ നല്ലതാണോ എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നത്. ഡീപ്പായിട്ടുള്ളത് വേണ്ട, നമ്മൾ വളരെ കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ചൊരു ഡേയ്സ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ ഈ സ്റ്റോക്കിൽ നോക്കുമ്പോൾ നമുക്ക് കാണാം ഈ സ്റ്റോക്കിൽ ഗ്രാജുവലി EPS കഴിഞ്ഞ മാർച്ചിൽ EPS 0.01 ഉണ്ടായിരുന്നത് ഈ ഒരു മാർച്ച് വന്നപ്പോൾ 0.84 കൂടി. അതുപോലെ നെറ്റ് പ്രോഫിറ്റ് 2.23 ഉണ്ടായിരുന്നത് എത്രയായി 126%, അതായത് 1461% ആണ് ഇയർ ഓൺ ഇയർ കൂടിയിരിക്കുന്നത്. അതുപോലെ തന്നെ എബിറ്റ് ഡാറ്റ കുറവാണ്. അതുപോലെ സെയിൽസ് 0.21 ഉണ്ടായത് 0.61. അപ്പോൾ ചെറിയൊരു ചേഞ്ച് ഈ സ്റ്റോക്കിൽ വരുന്നതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഈ സ്റ്റോക്കിലേക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എൻ്റർ ചെയ്യുന്നത്. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കി? 2 വീക്കിൽ ആവറേജ് വോളിയം ഈ സ്റ്റോക്കിൽ കൂടി വരുന്നുണ്ട്, മനസ്സിലായില്ലേ? ഓവറോൾ കാണാം. 1 വീക്ക് നോക്കുമ്പോൾ 1 വീക്കും നമുക്കിവിടെ കാണാം ഈ സ്റ്റോക്ക് ഫസ്റ്റ് വന്നു. 2 വീക്ക് നോക്കുമ്പോൾ 2 വീക്സും ഈ സ്റ്റോക്ക് കയറി വരുന്നതായിട്ട് ഇവിടെ കാണാം നമുക്ക്, മനസ്സിലായോ? അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ സ്റ്റോക്ക് നല്ല സ്റ്റോക്കാണ്. അതുപോലെ ജിൻഡാൽ വേൾഡ് വൈഡ് ആ സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്യുക, അതും എടുക്കുക. നിങ്ങൾ ഓരോ സ്റ്റോക്ക് എടുത്ത് ഇതുപോലെ നമ്മളൊരു ഏരിയ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ജിൻഡ് വേൾഡ് എന്നാണ് ഈ സ്റ്റോക്കിൻ്റെ പേര് കേട്ടോ, ജിൻഡ് വേൾഡ്. അത് നോക്കുമ്പോൾ നമുക്കിവിടെ കാണാം കഴിഞ്ഞ പ്രാവശ്യത്തെ EPSനേക്കാളും 0.22 ഉണ്ടായിരുന്നത് മാർച്ചിൽ ഉണ്ടായിരുന്നത് 0.26 ആയിട്ട് EPS കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സെയിൽസ് 606 ഉണ്ടായിരുന്നത്
6% കൂടി 640 ആയി കൂടി. മനസ്സിലായോ? ഇങ്ങനെയുള്ള ഗ്രോത്തിലേക്ക് വരുന്ന കമ്പനികളാണ് കൂടുതലായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോക്കസ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? എപ്പോഴും ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? ഗ്രോത്തിലേക്ക് വരുന്ന കമ്പനികൾ. ഓൾറെഡി ഗ്രോത്ത് ആയ കമ്പനികൾ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ അവർക്ക് ഗുണം എന്ന് പറയുന്നത് എന്താണ്? ഗ്രോത്തിലേക്ക് വരുന്ന കമ്പനികൾ അല്ലെങ്കിൽ ലോസ് മേക്കിംഗ് കമ്പനികളിൽ നിന്ന് പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനികളിലേക്ക് കമ്പനികൾ ഷിഫ്റ്റ് ആകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഇൻസ്റ്റിറ്റ്യൂഷനിൽ അതിൽ ഇൻട്രസ്റ്റ് ആവുന്നത്, അവരതിലേക്ക് കൂടുതൽ ക്യാപിറ്റൽ ഡിപ്ലോയ് ചെയ്യുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഷുറൻസ് കമ്പനികൾ, ഇപ്പം നമ്മൾ പല ഇൻഷുറൻസ്, നമ്മളിപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ, LIC, അതുപോലെ തന്നെ സിംഗപ്പൂർ ബാങ്ക്സ്, അങ്ങനെയുള്ള പല പല വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, FIs, DIs ഒക്കെ അതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്ന എപ്പോഴാണ്? ഒരു സ്റ്റോക്ക് അതിൻ്റെ ലോസ് മേക്കിങ്ങിൽ നിന്ന് അതിൻ്റെ മാനേജ്മെൻറ്റ് ഇമ്പ്രൂവ് ചെയ്യണനുസരിച്ച് അത് പ്രോഫിറ്റ് മേക്കിങ്ങിലേക്ക് മാറുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഒരു സ്റ്റോക്കിലേക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പതുക്കെ എൻ്റർ ആവുന്നത്. കാരണം അങ്ങനെ എൻ്റർ ആയി കഴിഞ്ഞാൽ അവർക്ക് എന്താണ് അതുകൊണ്ടുള്ള ഗുണം? ആ സ്റ്റോക്കിൻ്റെ വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങളും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സ്റ്റോക്കിനെ റൈഡ് ചെയ്ത് മോളിൽ കൊണ്ടുപോകാൻ പറ്റും. അവർക്ക് അവരെ കസ്റ്റമേഴ്സിനോടുള്ള കമ്മിറ്റ്മെൻറ്റ് പൂർത്തീകരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ഒരു സ്റ്റോക്കിനെ താഴെ നിന്നും പിക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് മനസ്സിലാക്കാനുള്ള ഐഡിയ എന്താണ്? ഒരു സ്റ്റോക്കിലേക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എൻ്റർ ചെയ്തു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? നമ്മളതിലേക്ക് എൻ്റർ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1 day വോളിയം ഇതിന് അളന്നുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു സ്റ്റോക്കിൽ? ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2 week ആവറേജ്, 2 ആഴ്ചയിലെ ആവറേജ് വോളിയം കൂടി വരുന്ന സ്റ്റോക്കുകൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? പഠനവിധമാക്കുന്നുള്ളൂ. ആ സ്റ്റോക്കുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഫണ്ടമെൻ്റൽ ഡാറ്റ നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? അതിൻ്റെ ടെക്നിക്കൽ സൈഡ് നമ്മൾ ചെക്ക് ചെയ്യുള്ളൂ. ഇപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ MMDC എന്താണ്? ഒരു റേഞ്ചിലാണ് കളിക്കുന്നത്. MMDC എന്താണ്? നമ്മളിപ്പോൾ ജസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ MMDCയുടെ ചാർട്ട് നോക്കിയപ്പോൾ എന്താ സംഭവിച്ചത്? MMDC ഒരു റേഞ്ചിലാണ് ട്രേഡ് നടക്കുന്നതായിട്ട് കാണാം. കണ്ടോ? ഈ ഒരു റേഞ്ചിനകത്താണ് ട്രേഡ് നടക്കുന്നത്. അപ്പോൾ പല ഘട്ടങ്ങളിലായിട്ട് എന്ത് സംഭവിക്കുന്നു? വലിയ വലിയ വോളിയം ക്യാൻഡിൽസ് ഇവിടെ വരുന്നു. നമ്മളതിൻ്റെ റിസൾട്ട് കണ്ടതാണ്. കമ്പനി ചെറിയ റിസൾട്ടിൽ നിന്നും ചെറിയ പ്രോഫിറ്റിൽ നിന്നും വലിയ പ്രോഫിറ്റിൽ, അല്ലെങ്കിൽ അതിൻ്റെ സെയിൽസ് ഡാറ്റ ചെറിയൊരു ഫിഗറിൽ നിന്നും വലിയൊരു ഫിഗറിലേക്ക് മാറുന്നതായിട്ട് കാണുന്നതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഈ കമ്പനിയിലേക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വോളിയത്തിൻ്റെ ഡാറ്റ നോക്കുമ്പോൾ നമുക്കിവിടെ കാണാം പല ഘട്ടങ്ങളായിട്ട് വലിയ വലിയ വോളിയം. സെല്ലേഴ്സിൻ്റെ അകത്ത് പ്രസൻസ് ഇല്ല. എന്നാൽ ബയേഴ്സിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ട്രിപ്പിൾ മടങ്ങാണ് അത് കാണിക്കുന്നത്. മനസ്സിലായോ? ട്രിപ്പിൾ മടങ്ങാണ്. ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് ഒരു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ ചെയ്തു. അവരെല്ലാ ക്വാണ്ടിറ്റിയോടെ ബൈ ചെയ്തോ? ഇല്ല. അവർ ഇതേ ഏരിയയിൽ വീണ്ടും ഈ സ്റ്റോക്കിന് അടിയിൽ കൊണ്ടുവന്നിട്ട് വീണ്ടും ബൈ ചെയ്ത് ഈ സ്റ്റോക്കിനെ പുഷ് ചെയ്ത് ഓടിക്കൊണ്ടുപോയി വീണ്ടും ഇവിടെ നിന്ന് അവർ ബൈ ചെയ്തു. എന്നിട്ട് അതിന് സൈഡ് വേസ് പോവുകയാണ്. മനസ്സിലായോ? വീണ്ടും ഈ ഏരിയയിൽ നിന്ന് വീണ്ടും ഒരു ബൈ ചെയ്തേക്കാണ്. മനസ്സിലായി? ഇനിയിപ്പോൾ ഈ ഏരിയ ബ്രേക്ക്ഔട്ട് ആയിട്ട് എൻട്രി എടുക്കാമോ ഇല്ലയോ എന്നുള്ള ഘട്ടം നമുക്ക് പിന്നീട് പറയാം. ഇനി ഈ സ്റ്റോക്കിൽ നമ്മൾ അടുത്ത ഘട്ടം നമ്മൾ പഠിക്കാൻ വേണ്ട ഒരു കാര്യം എന്താണ്? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റോക്കിൽ എൻ്റർ ചെയ്യണോ എക്സിറ്റ് ചെയ്യണോ എന്താണെന്നുള്ളത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഇനി ഒരു ഘട്ടമാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇനി സ്റ്റോക്കിൽ എവിടെ എൻട്രി എടുക്കണം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ അതിൻ്റെ വീക്കിലി ചാർട്ടിലേക്ക് ജസ്റ്റ് മാറ്റാം. അല്ല, 1 day ചാർട്ട് തന്നെ മതി. ഓക്കെ, 1 day ചാർട്ടിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ സ്റ്റോക്കിൽ 1 day ചാർട്ടിൽ നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് നമ്മളിതിൻ്റെ ഇപ്പോൾ നമ്മളിത് എടുത്തിരിക്കുന്നത് 1 day ചാർട്ട്. 1 day ചാർട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു 5 months പുറകിലോട്ട് പോവുക. നിങ്ങൾ ജസ്റ്റ് 5 months പുറകിലേക്ക് പോവുക. അറ്റ്ലീസ്റ്റ് ഒരു 1 year എങ്കിലും ബാക്കിലേക്ക് വെക്കുക, കുഴപ്പമില്ല. മെയ്, ഓക്കെ, ഫൈൻ, ഇത്ര മതി. ഈ ഇവിടം വരെ മതി. ഓക്കെ, ഈ ഒരു ഡാറ്റ ഇത്ര മതി. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ ടോപ്പിൽ കാണുന്നുള്ളൂ, നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ കാണുന്നുള്ളൂ. ടോപ്പിൽ 1, 2, 3, 4, 5, അഞ്ചാമത്തെ ഓപ്ഷൻ. അഞ്ചാമത്തെ ഓപ്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആങ്കേർഡ് വോളിയം പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്. അതെനിക്ക് തോന്നുന്നു ട്രേഡിംഗ് വ്യൂവിൽ മാത്രമുള്ളൊരു ടൂളാണ്. നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിലും ഉണ്ടെങ്കിലും ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്നത് എല്ലാ ബ്രോക്കേഴ്സിലും അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റയാണ്. പക്ഷേ ആങ്കേർഡ് വോളിയം പ്രൊഫൈൽ ട്രേഡിംഗ് വ്യൂവിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ടൂള്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം ഞാൻ ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യണം. ഇതിലൊരു 3 ഡാറ്റ കാണാം. ഒന്ന് വാല്യൂ ഹൈ ഏരിയ VAH, ഒന്ന് VAL വാല്യൂ ലോ ഏരിയ, ഒന്ന് POC പോയിന്റ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന 3 ഏരിയാസ് നമുക്ക് ഇതിൽ കാണാം. AVP എന്ന് പറയുന്ന ടൂളിൽ ആവറേജ് ആങ്കേർഡ് വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്ന ഈ ഒരു ടൂളിൽ മനസ്സിലായോ? 3 ഡാറ്റ കാണാം. ആ 3 ഡാറ്റയുടെ ഏതൊക്കെയാണ്? ഒന്ന് വാല്യൂ ഹൈ ഏരിയ, 2 വാല്യൂ ലോ ഏരിയ, മൂന്നാമത്തത് POC. ഓക്കെ, ഇതിൽ ഇപ്പോൾ നമ്മൾ ചാർട്ടിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണാം ഈ 3ഉം ഇതിൽ പ്ലോട്ട് ആയിട്ടുണ്ട്. കണ്ടോ? 3ഉം പ്ലോട്ട് ആയിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് ട്രേഡ് കിടക്കുന്നത്. ഇപ്പോൾ ഇത് വാല്യൂ ലോ ഏരിയയാണ് ഈ സ്റ്റോക്കിൻ്റെ. ഈ ഗ്രീൻ കളർ കാണുന്നത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാം വാല്യൂ ലോ ഏരിയ ഗ്രീൻ കളറും വാല്യൂ ഹൈ ഏരിയ റെഡ് കളറും POC എന്ന് പറയുന്നത് എന്താണ്? ബ്ലൂ കളറിലുമാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? POC എന്ന് പറഞ്ഞാൽ പോയിന്റ് ഓഫ് കൺട്രോൾ. ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റി നടക്കുന്ന ഏരിയയാണ് POC എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഏറ്റവും കൂടുതൽ എന്ത് സംഭവിക്കുന്നത്? ബയേഴ്സും സെല്ലേഴ്സും തമ്മിലൊരു വലിയ ഫൈറ്റ് നടന്നിട്ട് അതിൽ ആരാണോ വിജയിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണോ വിജയിക്കുന്ന ആരും ആയിക്കോട്ടെ, ഏത് ഏരിയയിൽ നിന്നാണ് ഒരു സ്റ്റോക്ക് മുകളിൽ പോകുന്നു
ആ ഏരിയ തിരിച്ചു വരുന്നു, വീണ്ടും ആ ഏരിയയിലേക്ക് പോകുന്നു, ആ ഏരിയ തിരിച്ചു വരുന്നു. ആ ഏരിയയാണ് നമ്മൾ എന്താ പറയുന്നത് POC എന്ന് പറയുന്നത്. സി ഈ സ്റ്റോക്കിൽ നിങ്ങൾക്കൂടെ കാണാം, ഈ സ്റ്റോക്ക് ഇവിടെ നിന്ന് വലിയ ഹൈവറ മുകളിൽ പോകുന്നു, റിജക്റ്റ് ആവുന്നു, വീണ്ടും താഴെ വരുന്നു, വീണ്ടും POC ഏരിയയിൽ വരുന്നു, റിജക്റ്റ് ആവുന്നു, വീണ്ടും POC ഏരിയ വരുന്നു, റിജക്റ്റ് ആവുന്നു, വീണ്ടും POC ഏരിയ വരുന്നു, റിജക്റ്റ് ആവുന്നു, വീണ്ടും POC ഏരിയയിൽ വരുന്നു, റിജക്റ്റ് ആയിട്ടില്ല. സ്റ്റോക്ക് ഇതിൻ്റെ മുകളിലേക്ക് ക്ലോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് നടക്കുന്ന ഏരിയ ഏതാണ്? POC, പോയിന്റ് ഓഫ് കൺട്രോൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇതിലാണ് നമ്മുടെ കുട്ടൻസ് എല്ലാം കിടക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യും? ഈ സ്റ്റോക്ക് ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കൊള്ളാം. ഇതാണ് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഇതിൻ്റെ പോയിന്റ്. ഈ സ്റ്റോക്ക് എപ്പോഴാണോ വാല്യൂ ഹൈ ഏരിയയുടെ മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നത്, അപ്പോഴായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ സ്റ്റോക്കിൽ ബൈ ചെയ്യുന്നത്. മനസ്സിലായോ? ഞാൻ പറയുന്നത് മനസ്സിലായോ? ഇതിൽ വാല്യൂ ഹൈ ഏരിയ ഏതാണ്? ഇതല്ലേ വാല്യൂ ഹൈ ഏരിയ, റെഡ് കളറല്ലേ വാല്യൂ ഹൈ ഏരിയ. സ്റ്റോക്ക് ഈ ഒരു സോണിൻ്റെ അകത്ത് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ സ്റ്റോക്കിനെ വാങ്ങിക്കില്ല. ഒരിക്കലും നമ്മൾ ഈ സ്റ്റോക്കിനെ എന്ത് ചെയ്യാൻ പോകുന്നില്ല? വാങ്ങിക്കാൻ പോകുന്നില്ല. മനസ്സിലായില്ലേ? നമ്മൾ എപ്പോഴും സ്റ്റോക്കിനെ ബൈ ചെയ്യുന്ന എവിടെ നിന്നായിരിക്കും? ആ സ്റ്റോക്കിൻ്റെ വാല്യൂ ഹൈ ഏരിയ എപ്പോഴാണോ ബ്രേക്ക് ആവുന്നത്, മനസ്സിലായോ? എപ്പോഴാണോ വാല്യൂ ഹൈ ഏരിയ ബ്രേക്ക് ആവുന്നത്, ആ സമയത്ത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ സ്റ്റോക്കിനെ നമ്മൾ ബൈ ചെയ്യുള്ളൂ. എപ്പോഴാണോ വാല്യൂ ഹൈ ഏരിയ ബ്രേക്ക് ആവുന്നത്. ഇപ്പം ഞാനിവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു, ഇവിടെ ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വരും. കേട്ടോ, ഇപ്പോൾ ഇത് വാല്യൂ ഹൈ ഏരിയയുടെ മുകളിലേക്ക് ക്ലോസ് ആയിട്ടില്ല. കണ്ടോ, പല പ്രാവശ്യം ഈ ഏരിയയിൽ വരുമ്പോൾ ഈ സ്റ്റോക്ക് ഇവിടെ നിന്ന് റിജക്റ്റ് ആവുന്നുണ്ടോ? എപ്പോഴാണോ ഇത് ബ്രേക്ക് ആവുന്നത്, വിത്ത് വോളിയം ശ്രദ്ധിച്ചോണം, വിത്ത് വോളിയം നമ്മൾ ആ സ്റ്റോക്കിൽ എൻ്റർ ചെയ്യുന്നു. നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഈ വോളിയം ഡാറ്റയാണ് നമ്മുടെ മെയിൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇൻസ്റ്റിറ്റ്യൂഷൻ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻ അതിൽ എൻ്റർ ചെയ്തിട്ട് അവർ ലിക്വിഡിറ്റി മൊത്തം കളക്ട് ചെയ്തതിന് മുകളിലേക്ക് കൊണ്ടുപോകാൻ ആയി എന്ന് മനസ്സിലാക്കുന്ന ഒരു ഏരിയയാണ് എന്ത്? ഈ പറഞ്ഞ വാല്യൂ ഹൈ ഏരിയയുടെ മുകളിൽ നമ്മൾ എൻട്രി എടുക്കുന്നതിനുള്ള മെയിൻ കാരണം. മനസ്സിലായോ? പിന്നെ സ്റ്റോക്ക് ചിലപ്പോൾ ഈ ഏരിയയിൽ വരും, ചിലപ്പോൾ ഒന്ന് റീടെസ്റ്റ് ചെയ്യും, പിന്നെ തിരിച്ചങ്ങോട്ട് മുകളിലേക്ക് പോകും. ഇനി അടുത്ത സ്റ്റോക്ക് നമുക്ക് നോക്കാം. അടുത്ത സ്റ്റോക്ക് നമ്മൾ ഏതാണ്? ജിൻഡാൽ വേൾഡ് എന്നുള്ള സ്റ്റോക്കിൽ നമ്മൾ കണ്ടത്. ആ സ്റ്റോക്കിന് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഡിലീറ്റ് ചെയ്യുക, ജിൻഡാൽ വേൾഡ് കൊടുക്കുക. ജിൻഡാൽ വേൾഡ് ഒന്ന് ക്ലോസ് ചെയ്യുക. നമ്മളൊന്നൊരു വൺ ഇയർ ഡാറ്റയെങ്കിലും നമ്മളിൽ എടുക്കുക, ഇത്ര കൊടുക്കുക. ഓക്കെ, ഫൈൻ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ആങ്കേർഡ് വോളിയം പ്രൊഫൈൽ ഒന്ന് കൊടുക്കുക. കാണാം, ഇപ്പോൾ ഇതിലെന്താ സംഭവിക്കണം? കാണാം, നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം. ഒരു സ്റ്റോക്ക് അതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഏരിയയാണ് ഈ പറഞ്ഞ POCയും അതുപോലെ വാല്യൂ ഹൈ ഏരിയ. വാല്യൂ ലോ ഏരിയ ബ്രേക്ക് ചെയ്താൽ പിന്നെ നമ്മൾ ഒരിക്കലും എൻട്രി എടുക്കണ്ട. ഇതിപ്പോൾ കണ്ടു, ഈ സ്റ്റോക്ക് ഇവിടെ വന്നു, ഈ സ്റ്റോക്കിൽ നമുക്ക് എൻട്രി എടുക്കാൻ ആയിട്ടില്ല. ഈ സ്റ്റോക്ക് ഇവിടെ വന്നു, ഇവിടെ വന്ന് ടച്ച് ചെയ്തു, വീണ്ടും മുകളിലേക്ക് പോയി, വീണ്ടും ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് വീണ്ടും തിരിച്ചു കയറാൻ ശ്രമിക്കുകയാണ്. വിത്ത് വോളിയം കണ്ടോ, വിത്ത് വോളിയം ഉണ്ട്. അപ്പോൾ എപ്പോഴാണ് ഈ സ്റ്റോക്ക് ഇതിൻ്റെ മുകളിലേക്ക് കയറുന്നത്, ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നത്, അവിടെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? എൻ്റർ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ലാസ്റ്റ് വീക്ക് ഞാൻ എടുത്തൊരു ട്രേഡാണ് നമ്മുടെ ഈ ചെന്നൈ പെട്രോളിയം. ജസ്റ്റ് നമുക്ക് അതിൻ്റെ വൺ ഇയർ ചാർട്ടിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 1 ഇയർ ചാർട്ട് നോക്കുമ്പോൾ ഇവിടെ കാണാം. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പ്ലോട്ട് ചെയ്യുകയല്ലേ, ജസ്റ്റ് പ്ലോട്ട് ചെയ്ത് കൊടുക്കുക. അതിൽ പ്ലോട്ട് ചെയ്തതിൻ്റെ ഇവിടെ നിന്നുണ്ടോ ബ്രേക്ക് ഔട്ട് ആവും. എപ്പോഴാണ് ബ്രേക്ക് ഔട്ട് ആവുന്നത്? വിത്ത് വോളിയം ബ്രേക്ക് ഔട്ട് ആയി ഇവർ തിരിച്ച് ചിലപ്പോൾ POC ഏരിയ വരെ ഇത് വരും, തിരിച്ച് POC ഏരിയയിൽ സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് കയറിപ്പോവും. മനസ്സിലായോ? പിന്നെ ഈ സ്റ്റോക്ക് ഫണ്ടമെൻ്റലി ഗുഡായ സ്റ്റോക്കുകളാണ്, പേടിക്കേണ്ട ആവശ്യമില്ല. POC ഏരിയ നമ്മുടെ വാല്യൂ ഹൈ ഏരിയയുടെ മുകളിലേക്ക് ക്ലോസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നല്ല റിട്ടേൺ കിട്ടും. നല്ല റിട്ടേൺ എന്ന് പറഞ്ഞാൽ നല്ല റിട്ടേൺ കണ്ടപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും വാല്യൂ ഏരിയ ക്ലോസ് ചെയ്ത് മുകളിലേക്ക് പോകും, ചിലപ്പോൾ റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് കയറിപ്പോവും. മനസ്സിലായോ? ഇപ്പോൾ ഫെഡറൽ ബാങ്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞ സ്റ്റോക്കാണ് ഫെഡറൽ ബാങ്ക്. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തോട്ടെ. ഫെഡറൽ ബാങ്കിൻ്റെ 1 ഇയർ ഡാറ്റ നമ്മൾ ജസ്റ്റ് ഒന്നൊരു 1 ഇയർ, ഏകദേശം 1 ഇയർ ആയിട്ട് നിങ്ങൾ കാണിക്കാൻ വേണ്ടി മാത്രം എടുക്കണം കേട്ടോ. അത് എടുക്കുക, ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അപ്പോൾ അതിൻ്റെ വാല്യൂ ഹൈ ഏരിയയുടെ മുകളിൽ ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് ക്ലോസ് ആയിട്ടുണ്ട്. കണ്ടോ, വാല്യൂ ഹൈ ഏരിയയുടെ മുകളിലേക്ക് ഇത് ക്ലോസ് ആയിട്ടുണ്ട്. ഈ സ്റ്റോക്ക് കണ്ടോ ക്ലോസ് ആയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത ദിവസം ചിലപ്പോൾ ഇത് നല്ല റിട്ടേൺ മൂവ്മെൻറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ പാരാ ഡിഫൻസ് എന്ന് പറഞ്ഞ സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം ഞാനെൻ്റെ റെഡാലുണ്ടായ സ്റ്റോക്കാട്ടോ ഈ പാരാ ഡിഫൻസ്. അതുപോലെ തന്നെ അതും ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഏകദേശം 1 ഇയർ ചാർട്ടിലേക്ക് മാറ്റുക. ഏകദേശം 1 ഇയർ ചാർട്ടിലേക്ക് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു ആങ്കേർഡ് വോളിയം പ്രൊഫൈൽ ഫില്ല് ചെയ്യുക. കണ്ടോ, ആങ്കേർഡ് വോളിയം പ്രൊഫൈൽ ഫില്ല് ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചു? കണ്ടോ, മാക്സിമം സ്റ്റോക്ക് ഇവിടെ നിന്ന് പോയി, ഇവിടെ നിന്ന് റീടെസ്റ്റ് ചെയ്ത് POC ഏരിയയിൽ റീടെസ്റ്റ് ചെയ്തിട്ട് സ്റ്റോക്ക് നല്ല രീതിയിൽ കയറിപ്പോയി. കണ്ടോ, POC ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ കാണാം, നിങ്ങൾക്ക് തന്നെ ഇവിടെ കാണാം. കണ്ടോ, ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റി നടക്കുന്ന ഏരിയയാണ് POC ഏരിയ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സ്റ്റോക്ക് എപ്പോഴും POC ഏരിയയിൽ എത്തുമ്പോൾ ഒന്നെങ്കിൽ അവിടെ ടച്ച് ചെയ്ത് റിവേഴ്സ് ആവും, അല്ലെങ്കിൽ അവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സ്റ്റോക്ക് സപ്പോർട്ട് എടുക്കുന്ന എവിടെയാണ്? POC ഏരിയയിൽ വരും. POC ഏരിയയിൽ സപ്പോർട്ട് എടുത്തിട്ട് സ്റ്റോക്ക് കയറിപ്പോവും. കണ്ടോ, മിക്ക കേസുകളിലും POC ഏരിയയിൽ വന്ന് സ്റ്റോക്ക് സപ്പോർട്ട് എടുക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളിവിടെ ഈ ഒരു സ്റ്റോക്ക് നോക്കാം, മെഗാസ്റ്റാർ ഫുഡ് എന്നാണ് ഈ സ്റ്റോക്ക്. കണ്ടോ,
ഈ സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് ബ്രേക്കൗട്ട് ആയിട്ടില്ല. POC ഏരിയയുടെ തൊട്ടടുത്താണ് ട്രേഡ് കിടക്കുന്നത്. ഇപ്പോൾ ഇവിടുന്ന് ഒരു വോളിയം ബ്രേക്കൗട്ട് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം POC ഏരിയ എന്ന് പറഞ്ഞാൽ കണ്ടോ ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റി നടക്കുന്ന ഏരിയയാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റി നടക്കുന്ന ഏരിയയാണ് ഈ ഒരു ഏരിയ. ഈ ഒരു ഏരിയയിൽ സ്റ്റോക്ക് വന്നു, ഇവിടുന്ന് ബ്രേക്കൗട്ട് ആയി സ്റ്റോക്ക് മോളിൽ പോയി കണ്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, ബ്രേക്കൗട്ട് ആയി കഴിയുമ്പോൾ തിരിച്ച് ഈ ഏരിയയിലേക്ക് വരും. റീടെസ്റ്റ് ചെയ്യാനായിട്ട് ഒന്നുകിൽ വാല്യൂ ഹൈ ഏരിയയുടെ വന്ന് സ്റ്റോക്ക് എന്ത് ചെയ്യും, സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ചു വരും. വാല്യൂ ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ POC വരെ മാക്സിമം വരുള്ളൂ. POC ആണ് ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റി. ഈ സ്റ്റോക്കിനെ സംബന്ധിച്ച് ഇത് ബ്രേക്കൗട്ട് ആയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വാല്യൂ നടക്കുന്ന ഏരിയ ഏതാണ്, അതിൻ്റെ വാല്യൂ ഏരിയയുടെ താഴെയാണ്. മനസ്സിലായോ? അപ്പോൾ അതേസമയം കണ്ടോ ഇവിടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യുമ്പോൾ കാണാം ഈ സ്റ്റോക്കിൽ കണ്ടോ ഇവിടെ ഒരു ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റി നടക്കുന്ന ഏരിയയാണ് ഈ സ്റ്റോക്കിൽ കണ്ടോ. ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റി നടക്കുന്ന ഏരിയയാണ്. ഇപ്പോൾ നമുക്ക് വോളിയം ക്യാൻഡിൽ നോക്കുമ്പോൾ കാണാം കണ്ടോ. വോളിയം ക്യാൻഡിൽസ് ഏറ്റവും കൂടുതലുള്ള ഏരിയ ഇതാണ്. ഒന്ന് ഇവിടെയാണ്, രണ്ട് ഇവിടെയാണ് കണ്ടോ. അപ്പോൾ ഈ സ്റ്റോക്ക് ബ്രേക്കൗട്ട് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഒന്നെങ്കിൽ ഈ സ്റ്റോക്ക് ഇവിടെ നിന്ന് നേരെ തിരിച്ച് ഇവിടെ വന്നിട്ട് തിരിച്ചു കയറിപ്പോവും. മനസ്സിലായോ? ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി താഴെ വന്ന് POCയിൽ വന്നിട്ട് തിരിച്ചു കയറിപ്പോവും. ഈ രണ്ട് ഏരിയകളിലായിരിക്കും നമ്മൾ ബൈ. ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സപ്പോർട്ടിൽ ബൈ ചെയ്യാം, അല്ലെങ്കിൽ ബ്രേക്കൗട്ട് ആവാൻ എൻ്റർ ചെയ്യാം കേട്ടോ. ഏറ്റവും ഇപ്പോഴത്തെ മാർക്കറ്റിലെ ഏറ്റവും നല്ല ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, സപ്പോർട്ടിലേക്ക് സ്റ്റോക്ക് വരുമ്പോൾ മാത്രം നമ്മൾ ബൈ ചെയ്യാം. ഞാൻ അടുത്ത് നമ്മുടെ സ്റ്റോക്ക് നോക്കാം. ഒത്തിരി സ്റ്റോക്കുകൾ ഇതിൽ വരും കേട്ടോ. ഹിൻഡ് വാർ ഇത് നോക്കാം എന്താ സംഭവം നോക്കാം. സ്റ്റോക്കാന്ന് തോന്നുന്നു, ജസ്റ്റ് നമുക്ക് നോക്കാം കേട്ടോ. ഹിൻഡ് വെയർ ഹോം ഇന്നോവേഷൻ ലിമിറ്റഡ് എന്ന് പറഞ്ഞ സ്റ്റോക്കായിട്ട് ഇത് കണ്ടോ. ഈ സ്റ്റോക്ക് കണ്ടോ, നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റി നല്ല രീതിയിലുള്ള ഒരു സ്റ്റോക്കായത്. ഈ സ്റ്റോക്ക് ഇതിൽ ഡൗൺ ട്രെൻഡിൽ വന്നിട്ടാണ് ഈ സ്റ്റോക്ക് വന്നത്. ഇവിടെ നിന്നിട്ട് നല്ല ഡൗൺ ട്രെൻഡിൽ വന്നിട്ടാണ് ഈ സ്റ്റോക്ക് ഇവിടം വരെ ബോട്ടം ക്രിയേറ്റ് ചെയ്തു. പിന്നെ ഈ സ്റ്റോക്ക് പോകുന്നു മുകളിലേക്ക് കയറി, പിന്നെ ഒരു സൈഡ് വേസിലാണ് ഈ സ്റ്റോക്ക് നടക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കുക, നല്ല നല്ല സ്റ്റോക്കുകളിൽ വരും കേട്ടോ. നിങ്ങൾ പേടിക്കണ്ട. ഇപ്പോൾ ഇതിലിപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ വന്നു മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പഠിക്കാൻ വേണ്ടി മാത്രമേ ഞാൻ കാണിച്ചു തന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ കണ്ടോ ലാസ്റ്റ് ഡേ നല്ലൊരു വോളിയം നടന്നിട്ടുണ്ട്, നല്ലൊരു വോളിയത്തോടുകൂടിയുള്ള ഒരു ബ്രേക്കൗട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഏരിയ ജസ്റ്റ് ഈ ഒരു ഏരിയ മാർക്ക് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നമ്മുടെ 1 ഇയർ ചാർട്ടിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക. ഈ സ്റ്റോക്ക് ഒന്ന് 1 ഇയർ ചാർട്ടിലേക്ക് സ്ക്രോൾ ചെയ്യുക. 1 ഇയർ ചാർട്ടിലേക്ക് സ്ക്രോൾ ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ആങ്കേർഡ് വോളിയം പ്രൊഫൈൽ ഒന്ന് ഇത് ചെയ്യുക. കണ്ടോ ആങ്കർ വോളിയം പ്രൊഫൈൽ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കണത്, ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റി നടക്കുന്ന ഏരിയ ഏതാണ്, ഈ ഒരു ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റി നടക്കുന്നത് ഈ സ്റ്റോക്കിൽ. കാരണം വെച്ചാൽ സെല്ലർ വന്നൊരു ഏരിയയാണിത്. അതുപോലെ തന്നെ ഈ സ്റ്റോക്ക് എന്ത് സംഭവിച്ചു, വാല്യൂ ലോ ഏരിയയുടെ അടിയിൽ വന്നിട്ടാണ് സപ്പോർട്ട് എടുത്തിട്ട് ഈ സ്റ്റോക്ക് കയറി പോകുന്നത്. അപ്പോൾ നമുക്ക് സപ്പോർട്ടും റെസിസ്റ്റൻസും കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു ടൂൾ യൂസ് ചെയ്യാം കേട്ടോ. ഈ സ്റ്റോക്ക് എത്ര വീഴ്ചയിൽ വന്നിട്ട് എന്ത് ചെയ്തു, ഈ വാല്യൂ ലോ ഏരിയയിൽ നിന്ന് സപ്പോർട്ട് എടുത്തിട്ടാണ് ഈ സ്റ്റോക്ക് എന്തെങ്കിലും തിരിച്ച് കയറി പോയത് കേട്ടോ. നിങ്ങൾക്ക് ഒത്തിരി സ്ഥലത്ത് ഇത് കാണാം കേട്ടോ. കണ്ടോ ഒത്തിരി സ്ഥലത്ത് ഈ സ്റ്റോക്ക് സപ്പോർട്ട് എടുക്കുന്നതായിട്ട് കാണാം. ചില ഏരിയയിൽ റെസിസ്റ്റൻസും ചില ഏരിയ സപ്പോർട്ട് നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള സപ്പോർട്ട് എടുക്കുന്ന ഏരിയയാണ് ഈ പറഞ്ഞ വാല്യൂ ലോ ഏരിയ, അതുപോലെ POC, അതുപോലെ വാല്യൂ ഹൈ ഏരിയ. മനസ്സിലായോ? നല്ല രീതിയിൽ വന്നു, താഴെ വന്നു, വാല്യൂ ലോ ഏരിയയിൽ വന്ന് സപ്പോർട്ട് എടുത്തു, സ്റ്റോക്ക് കയറിപ്പോയി കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് സപ്പോർട്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന വളരെ നല്ലൊരു ടൂളാണ് ഈ ആങ്കേർഡ് വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്നത്. മനസ്സിലായില്ല? അതിൽ ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റി നടക്കുന്നത് എവിടെയാണെന്ന് കണ്ടുപിടിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യുക, സപ്പോർട്ട് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യാം. നമുക്ക് അടുത്ത സ്റ്റോക്ക് നോക്കാം. CL ചമാൻലാൽ സേട്ടിയ എക്സ്പോർട്ട് ലിമിറ്റഡ് കേട്ടോ. ഓരോന്ന് നോക്കട്ടോ, നമ്മളതിൻ്റെ മെയിനായിട്ട് അതിൻ്റെ ഫണ്ടമെൻ്റൽ ഡാറ്റകൾ നിങ്ങൾ നോക്കണം കേട്ടോ, എന്നിട്ടേ നിങ്ങൾ എൻട്രി ആവുള്ളൂ. കാരണം ഈ സ്റ്റോക്ക് കണ്ടോ ഇതുപോലെ തന്നെയാണ്, ഇതുപോലെ തന്നെ ഒരു നല്ല രീതിയിലൊരു വോളിയം ട്രേഡ് നടന്നൊരു സ്റ്റോക്കാട്ടോ ഇത്. കഴിഞ്ഞ ദിവസം കണ്ടോ ഇതെടുക്കുക, നേരെ എന്ത് ചെയ്യുക, ഒരു 1 ഇയർ ചാർട്ടിലേക്ക് മാറ്റുക, ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, പോൾ ഔട്ട് ചെയ്യുക കണ്ടോ. ഈ സ്റ്റോക്ക് ട്രേഡ് നടക്കുന്നത് എവിടെയാണ് ട്രേഡ് നടക്കുന്നത്, നമ്മുടെ വാല്യൂ ഹൈ ഏരിയയുടെ വാല്യൂ ലോ ഏരിയയുടെ മിഡിലാണ് സ്റ്റോക്ക് ട്രേഡ് നടക്കുക. അപ്പോൾ ഈ ഏരിയ നമുക്ക് എന്ത് ചെയ്യാം, എൻട്രി ഇല്ല. ഈ സ്റ്റോക്ക് എപ്പോഴാണ് ഇവിടെ ക്ലോസ് ചെയ്യുന്നത്, ഇതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യുന്നത്, അവിടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. എപ്പോഴാണ് ഇതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യുന്നത്, അവിടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഒരു എൻട്രി ഉള്ളൂ. അതിനുശേഷം സ്റ്റോക്ക് മുകളിലേക്ക് കയറുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിൽ എൻട്രി എടുക്കും. മനസ്സിലായോ? അതാണ് നമ്മുടെ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത്. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല, ഈ വാല്യൂ ഹൈ ഏരിയയുടെ വാല്യൂ ലോ ഏരിയയുടെ അടിയിൽ നമ്മൾ എൻട്രി എടുക്കില്ല, എൻട്രി കൺസിഡർ ചെയ്യില്ല. ഓക്കെ, ഇത്ര മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ഇനി മുതൽ ഒരിക്കലും നമ്മൾ ഇങ്ങനെ ഒരു വോളിയം കണ്ടാൽ നമ്മൾ എൻട്രിയോ ഇല്ല. നമ്മൾ അപ്പം എന്ത് ചെയ്യണം, നേരെ നമ്മുടെ വോളിയം, നമ്മുടെ ആങ്കർ വോളിയം പ്രൊഫൈൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. മനസ്സിലായില്ലേ? അടുത്ത സ്റ്റോക്ക് നോക്കാം നമുക്ക്. ഓരോ സ്റ്റോക്കിലാണ് ഇത് കാണിച്ചിട്ടുണ്ട്. വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നൊരു സെറ്റപ്പായിട്ട് ഇത്. അടുത്തൊരു സ്റ്റോക്ക് ആണ്. ഇതിലും ഇതെന്താ സമയം നല്ല രീതിയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രസൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ എൻ്റർ ചെയ്യില്ല. നമ്മൾ എൻ്റർ ചെയ്യേണ്ട സ്ഥലം ആയുമല്ലോ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും, 1 ഇയർ ചാർട്ടിലോട്ട് മാറ്റുന്നു. നമ്മളിവിടെ എന്ത് ചെയ്യുന്നു കണ്ടോ, നമ്മൾ ഈ ആങ്കേർഡ് വോളിയം പ്രൊഫൈൽ ഫില്ല് ചെയ്യുന്നു കണ്ടോ. എത്ര പ്രാവശ്യം കണ്ടോ, നമുക്ക് സപ്പോർട്ടിൽ എൻട്രി എടുക്കാൻ പറ്റുന്ന എത്രയോ നല്ല പോയിന്റുകളിലുണ്ട് കണ്ടോ. നിങ്ങൾ നോക്ക്, ഇവിടെ വന്നു ഈ സ്റ്റോക്ക് എന്ത് സംഭവിച്ചു, ഇവിടെ നിന്ന് കയറി ഇവിടെ പോയി തിരിച്ച് ഈ ഏരിയയിൽ ഒന്ന് സപ്പോർട്ട് എടുത്തു, ഇവിടെ വന്നു റെസിസ്റ്റൻസ് തിരിച്ചു വന്നു, വീണ്ടും ഈ ഏരിയയിൽ നിന്ന് കയറാനായിട്ട് ശ്രമിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യും, ഈ ഏരിയ ബ്രേക്കൗട്ട് ആയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഈ ഏരിയയിൽ എൻട്രി എടുക്കുകയുള്ളൂ വിത്ത് വോളിയം. മനസ്സിലായോ? ഒരിക്കലും നമ്മൾ ഇടയിൽ പോയി എൻട്രി ചെയ്യാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യുള്ളൂ, എപ്പോഴും വാല്യൂ ഹൈ ഏരിയ അതായത് വാല്യൂ ഹൈ ബ്രേക്കൗട്ട് ആയതിനു ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഒരു സ്റ്റോക്കിലേക്ക് എൻട്രി ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ എന്ത് ചെയ്യണം, ഇത്ര സ്റ്റോക്കുകൾ ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുള്ളൂ,
നമ്മളിത് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ മോണിറ്റർ ചെയ്യണം ഈ സ്റ്റോക്കുകളെ, മനസ്സിലായില്ലേ? ചില സ്റ്റോക്കുകൾ അപ്പർ സർക്കിൾ അടിച്ച് പോയിരിക്കും കേട്ടോ. അപ്പോൾ ഈ സ്റ്റോക്ക് എടുത്ത് നോക്ക്, ഇത് 153 രൂപ. ത്രിഭുവൻദാസ് BMG സാവേരി ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഈ സ്റ്റോക്ക് ഇത് കണ്ടോ, ഇത് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ലോങ് ചാർട്ടിലേക്ക് മാറ്റുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആ സ്റ്റോക്കിൽ ആങ്കേർഡ് വോളിയം പ്രൊഫൈൽ ഫില്ല് ചെയ്യുക. കണ്ടോ, ഫില്ല് ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചു, ഈ സ്റ്റോക്ക് ഇതിൻ്റെ ഉള്ളിലാണ് ട്രേഡ് എടുക്കുന്നത്. ഇപ്പോൾ എൻട്രി ആവില്ല, ഇനി ബ്രേക്കൗട്ട് ആയിട്ടില്ല. നമ്മൾ ബ്രേക്കൗട്ട് ആവാതെ ചാടിക്കരേണ്ട ആവശ്യമില്ല. നോക്ക് നിങ്ങൾ ഈ ഏരിയയിലകത്ത് നടക്കുന്ന ട്രേഡിംഗ് ആക്ടിവിറ്റീസ് നോക്കൂ, ബയേഴ്സിൻ്റെ സെല്ലേഴ്സിൻ്റെ ആക്ടിവിറ്റി നോക്കൂ നിങ്ങൾ. ഈ ഏരിയയുടെ പുറത്തേക്ക് സ്റ്റോക്ക് കടന്നാൽ മാത്രമേ ഈ സ്റ്റോക്കിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വലിയൊരു മൂവ്മെൻറ്റ് നടത്തി മുളയ്ക്കാൻ പറ്റുള്ളൂ. അതുവരെ ഈ സ്റ്റോക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ കിടന്ന് കളിക്കും. അപ്പോൾ നമ്മളെന്ത് മനസ്സിലാക്കണം, ഈ സ്റ്റേജ് എന്ന് പറയുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്ന ഒരു അക്യുമുലേഷൻ സ്റ്റേജാണ് ഒരു സ്റ്റോക്കിൻ്റെ. ഈ അക്യുമുലേഷൻ കഴിഞ്ഞ് ഈ സ്റ്റോക്ക് ഒരു ഏരിയ വിട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ സ്റ്റോക്കിന് ഒരു മൾട്ടി ബാഗറായിട്ട് റിട്ടേൺ തരാൻ നമുക്ക് സാധിക്കുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, 1 ഇയർ ചാർട്ടിലേക്ക് ഇത് പ്ലോട്ട് ചെയ്യുക. ഈ സ്റ്റോക്ക് ഇതിന് പുറത്തേക്ക് കടന്നു എന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, വിത്ത് വോളിയം കടന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, സ്റ്റോക്ക് നല്ല രീതിയിൽ അപ്പർ സർക്കിൾ അടിച്ച് മുളയ്ക്കുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുകയാണ്. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ് നമുക്ക് വീണ്ടും കാണാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇത് വളരെ നന്നായിട്ട് മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു സെറ്റപ്പാണ്. ഞാൻ കുറേ നാളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സെറ്റപ്പാണ്. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇനി ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ സ്വിംഗ് ട്രേഡിങ്ങിലൊക്കെ ഇതുപോലെ ലോസ് ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതുപോലുള്ള വോളിയം ബേസ്ഡ് സ്ട്രാറ്റജി അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഒത്തിരി ഉപകാരപ്പെടും. അവർക്ക് എൻട്രി ചെയ്യേണ്ട പോയിന്റുകളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോയിൽ. ബ്ലൈൻഡ്ലി പോയി എൻട്രി ചെയ്യേണ്ട, ചില ഏരിയാസ് ബ്രേക്ക്ഔട്ട് ആകുമ്പോൾ മാത്രം നിങ്ങൾ എൻട്രി ചെയ്താൽ മതി, അല്ലാണ്ട് എൻട്രി ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.